കേരളത്തിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പുതിയതായി അപേക്ഷിക്കാൻ കാത്തിരിക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് ഏപ്രിൽ മാസത്തെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുക വിതരണം ഈ ആഴ്ചയോടുകൂടി പൂർത്തിയാകും. 200-500 രൂപയൊക്കെ കുറവുള്ളവർക്ക് അത് വൈകാതെ തന്നെ എത്തിച്ചേരും. അതുപോലെ തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ വിതരണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2000 രൂപ ഒരുമിച്ചാണ് ഇപ്പോൾ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നു തുടങ്ങിയിട്ടുള്ളത്. തുക എത്തിയോ എന്ന് ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഏപ്രിൽ മാസത്തെ 1000 രൂപയുടെ വിതരണം ഉടൻ തന്നെ ആരംഭിക്കും. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള നിലവിൽ മറ്റു പെൻഷനുകൾ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വുമൺസിനും അപേക്ഷിക്കാം. പ്രതിമാസം 1000 രൂപ വീതമാണ് പെൻഷനായി ലഭിക്കുന്നത്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിലുള്ള അവർക്കാണ് ഇതിലേക്കായി അപേക്ഷിക്കാൻ സാധിക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന കാര്യം ഉറപ്പായ കാര്യമാണ്. പുതിയ സർക്കാർ അധികാരമേറ്റയുടൻ തന്നെ നടപ്പിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ആണ് ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നത്. LDF, UDF, NDA എന്നീ 3 മുന്നണികളും തങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം നടത്തുന്ന ആദ്യ ബജറ്റിലോ മന്ത്രിസഭാ യോഗത്തിലോ ഇതിനായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കാം. നിലവിലെ 2000 രൂപയിൽ നിന്ന് 1000 രൂപയുടെ വർധനവാണ് ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 60 വയസ്സ് തികഞ്ഞവർക്ക് സർക്കാരിൻ്റെ വാർദ്ധക്യകാല പെൻഷന് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം. വളരെ ലളിതമായ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം അർഹത നോക്കാം. 60 വയസ്സ് പൂർത്തിയായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെയായിരിക്കണം. സ്വന്തമായി 1000 cc കൂടുതൽ ഉള്ള വാഹനങ്ങൾ ഉണ്ടായിരിക്കരുത്. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന രേഖ, സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റോ മതിയാകും. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ നേരിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ നൽകിയാൽ വാർഡ് മെമ്പർ വഴി അന്വേഷണം നടത്തി അർഹത ഉറപ്പാക്കി പെൻഷൻ അനുവദിക്കുന്നതാണ്. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.